33 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കുറെ നേട്ടമുണ്ട്. ഒന്ന്, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഴുവൻ നബിമാരൻ ചൊല്ലിയ ഒരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ആ ദിക്റിന്റെ പോരിശ എത്രയാണ്, ആ ദിക്റിന്റെ പവർ എത്രയാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ നമ്മൾ ഇവിടുന്ന് ആലോചിക്കാൻ ഇൻഷാ അല്ലാഹ്. ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു. എന്റെ മനസ്സിൽ ആരോട് ഇനി പിണക്കല്ല, ഇനി ദേഷ്യമല്ല, ഇനി വൈരാഗ്യമല്ല. അതെല്ലാരും ഈ മനസ്സിൽ നിന്ന്, ഒരു പക്ഷെ നിങ്ങളെ മനസ്സിലൊന്നും അങ്ങനെ ഉണ്ടാകൂല. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോ തെറ്റുകൾ പൊറുക്കും. അത് മാത്രല്ല കേട്ടോ, വേറെയും കുറെ ഗുണമുണ്ട്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരെ കടങ്ങൾ വീടും. എത്രത്തോളം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നോ അത്രത്തോളം നമ്മുടെ ബിസിനസ്സിന് അല്ലാഹു ഉയർത്തി തരും. നിങ്ങൾ ചൊല്ലിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവം വരും. ഉറപ്പാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ബിസിനസ് ചെയ്യുന്ന ഗൾഫിലുള്ള സഹോദരന്മാരെ, ഗൾഫിലും പുറമെ നാട്ടിലും ബിസിനസ് ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ മുതൽ ഇറക്കി അവിടെ ജോലിക്കാരെ നിർത്തി ബിസിനസ് ചെയ്യുന്നു. അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കട അടച്ചതായിരിക്കുന്ന അവസ്ഥയും അവിടെ സംഭവിച്ചിട്ടുണ്ട്. നല്ലപോലെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനം ജോലിക്കാരുടെ നിർലക്ഷ്യം കൊണ്ടും ജോലിക്കാരൻ്റെ കൈയിട്ട് വാരൽ കൊണ്ടും ബർക്കത്ത് ഇല്ലായ്മയായി അവസാനം കട അടച്ച് വേറെ സ്ഥലത്തേക്ക് പോലും പോകേണ്ടി വന്നു. ഒരുപാട് നഷ്ടങ്ങൾ. ഇവിടെ ബഹുമാനപ്പെട്ട സിംസാറുൽ ഹഖ് ഉസ്താദ് പറയുന്ന ഒരു കാര്യം, ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ വാക്ക് എത്ര സത്യമാണ്. ഇത് നിങ്ങൾക്ക് ഒരു നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാരും ബിസിനസ് ചെയ്യുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്. രണ്ടാളും ബിസിനസ് ചെയ്യുന്നവരും ജോലിക്കാരും എല്ലാവരും ഇതിനെ നല്ല പോലെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. നമുക്ക് ഈ ലോകം ശാശ്വതമല്ല. ഇവിടെ ഈ ലോകത്ത് തന്നെ, ഈ ദുനിയാവിൽ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്താൽ, വഞ്ചന ചെയ്താൽ വീട്ടിലുള്ളവർക്ക് രോഗം വരുന്നതും രോഗം വന്നതുമായിരിക്കുന്ന ഒരുപാട് ചരിത്രങ്ങളല്ല നമ്മുടെ കണ്ണ മുമ്പിൽ തന്നെ രോഗം വരുന്നത് ആ വഞ്ചിച്ചവന് മാത്രമല്ല. ആ വഞ്ചിച്ചവൻ പക്ഷേ വരികയില്ല. അതിനെ കാണാൻ വേണ്ടി ആ വീട്ടിലുള്ളവർക്ക്, ജ്യേഷ്ഠനിക്കോ അനുജനിക്കോ ബാപ്പക്കോ ആരെക്കാണെങ്കിലും ഒരാൾക്കെങ്കിലും അവിടെ രോഗം വന്നതായി നമ്മൾ അറിഞ്ഞത് കൊണ്ടാണ് ഈ കാര്യത്തിന് ഇത്രയും ഗൗരവമായി പറയുന്നത്. ആദ്യം ബഹുമാനപ്പെട്ട സിംസാറുകളൊക്കെ പറയുന്നത് കേൾക്കാം, പിന്നെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. പറഞ്ഞത്, ഈ ചെറുപ്പക്കാരൻ സത്യസന്ധനാണ്, മോശം പ്രവൃത്തി ചെയ്യൂല. എത്ര ആൾക്കാരുണ്ട് മോലാന്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് മോലാന്റെ പെണ്ണുങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നവര് ഇല്ലേ? നമ്മൾ വായിക്കുന്നില്ലേ? എന്തേ? ആളൊക്കെ നല്ല ഡ്രൈവറാ, സത്യസന്ധനല്ലായിരുന്നു. എത്ര മുതലാളിമാർ കച്ചവടം പൂട്ടിപ്പോയിട്ടുണ്ട്. ക്യാഷിനിരുത്തിയത് സ്വന്തം അമ്മായിന്റെ മകനാ, പറഞ്ഞിട്ട് കാര്യമില്ല, സത്യസന്ധനല്ല, കാശ് അങ്ങനെ അടിച്ചു മാറ്റുകയാണ്. പിന്നെ അയാൾക്ക് ഇങ്ങനെ വാടക പോലും കൊടുക്കാൻ പറ്റാണ്ട് കച്ചവടം പൂട്ടിപ്പോയി പറയാറില്ലേ? രണ്ട് ക്വാളിറ്റിയാ വേണ്ടത് ജോലിക്ക്. നമ്മളൊക്കെ തൊഴിലാളികളാണ് ഈ പ്രദേശത്ത്, അല്ലേ? കൂലിവേല ചെയ്യുന്നവരാണ്. ഒന്ന് കഴിവ് വേണം, ജോലി പഠിക്കണം. മറ്റൊന്ന് സത്യസന്ധത. ഇദാ ദുയ്യഅത്തിൽ അമാന, സത്യസന്ധത ലോകത്ത് ഇല്ലാതെയായി പോയാൽ ഫൻതുദരി സാഅ, പിന്നെ ഈ ലോകത്തെ അല്ലാഹു നശിപ്പിക്കുന്ന ലോകാവസാനം നിങ്ങൾക്ക് കാത്തിരിക്കാം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ളവരെ, അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ജോലിക്ക് തിരുത്തി സ്വന്തം ഡ്രൈവറായി നിയമിച്ച് സ്വന്തം ഭാര്യയെ, മുതലാളിയുടെ ഭാര്യയെ എസ്കേപ്പ് ചെയ്യാൻ, മുതലാളിയുടെ ഭാര്യയെ ഞാൻ കെട്ടിക്കോളാം എന്ന് പോലും പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടായി കുറച്ച് മാസങ്ങളായി. അതാണ് സഫ്വാൻ സഖാഫിയുടെ ഒരു
വിവാദമുണ്ടായത്. അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമായി നടന്ന കാര്യമാണ്, ഒരുപാട് ഉസ്താദന്മാർ പറഞ്ഞതുമാണ്. ഇത് ജോലിക്കാർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ജോലിക്കാർക്ക് നിയ്യത്ത് എന്നുള്ളത് അത്യാവശ്യമാണ്. ജോലിക്കാർ മുതലാളിമാരെ വഞ്ചിക്കുന്നതിൽ അതിൻ്റെ കുറ്റം എത്രയാണ് എന്ന് പോലും ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു. കുറ്റം മാത്രമല്ല, ഈ ദുനിയാവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചതും നമ്മൾക്കറിയാം, അനുഭവിക്കുന്നുമുണ്ട്. അതാണ്, ഒരാൾ കച്ചവടം തുടങ്ങി ഒരാളെ വിശ്വസിച്ച് ഒരാളാക്കി ജോലിക്കാരനാക്കി, അതിൽ നിന്ന് ബന്ധപ്പെട്ട ബന്ധുക്കളിൽപ്പെട്ട ഒരാൾ, അതല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ അനിയനോ മകനോ ഇങ്ങനെ പറഞ്ഞ് നല്ല ആളായി കണ്ട് അദ്ദേഹത്തെ വിശ്വസിച്ച് സ്ഥാപനയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇതിനെ നടത്താൻ. ഇതിനെ നീ നോക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ ചെയ്യുന്ന കാര്യം അവിടുന്ന് എല്ലാം വാരി കോരി എടുത്തുകൊണ്ട് പോയി വീട്ടുകാർക്ക് അതിനെ കൊടുത്ത് അവരെ ഭക്ഷിപ്പിച്ച് അവസാനം അവരെ ഭ്രാന്തന്മാരും രോഗികളുമാണ് ആക്കുന്നത്. ഇത് സംഭവിച്ചതുമാണ്. അതുകൊണ്ടാണ് ഇത്രയും എൻ്റെ അനുഭവത്തിൽ, ഞാൻ ചെറുപ്പം മുതൽ തന്നെ ബിസിനസ് ചെയ്യുന്നവനാണ്. അപ്പോൾ ഒരാളെ നമ്മൾ നിയമിച്ചാൽ ഒരുപാട് അതിൽ നമുക്ക് ഗുണകരവുമുണ്ട് ദോഷവുമുണ്ട്. ദോഷങ്ങളാണ് കൂടുതൽ വന്നത്. ദോഷങ്ങൾ വരുന്നു എന്ന് ജോലിക്കാരെ വെക്കാതെ നിർവാഹവുമില്ല. അതാണ് നമ്മുടെ സഹോദരന്മാരായ ഗൾഫിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, കച്ചവടം, ഇവരെല്ലാം ചിന്തിക്കേണ്ടത് ഏൽപ്പിക്കുന്നവർ എന്താണ് ചിന്തിക്കാനുള്ളത്. ഏൽപ്പിക്കുന്നവർ സ്വന്തം കച്ചവടത്തിന് ആൾക്കാർ അത്യാവശ്യമാണ്. വലിയ വലിയ ബിസിനസ്സാകുമ്പോൾ, ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ കാര്യമാണെങ്കിൽ അതിനെ കമ്പ്യൂട്ടറും മറ്റു സംവിധാനത്തിൽ എല്ലാം കണക്ക് കിട്ടുന്നത് പോലെ അവിടുന്ന് അടിച്ച് മാറ്റാത്ത രീതിയിൽ കഴിവിൻ്റെ പരമാവധി ചെയ്യാം എന്നല്ലാതെ എല്ലാം 100% നമുക്ക് കട്ടെടുക്കാത്ത രീതിയിൽ എല്ലാം സൂക്ഷിച്ച് ചെയ്യാമെന്നും അതിലൊരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, അവിടെ വരുന്ന സാധനവും അവിടെ ഇറക്കുന്ന സാധനവും എല്ലാം നല്ല രീതിയിൽ കണക്ക് ഉണ്ടാകുമെന്നും പറയാനും സാധ്യമല്ല. ഒരുപാട് സാധനങ്ങൾ വരുന്നു പോകുന്നു, സെയിൽ ചെയ്യുന്നു വരുന്നു, എല്ലാം കൃത്യമായി അത് ചെയ്യാനും കഴിയുന്നതല്ല. കൃത്യം എന്നുള്ളത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയും കൊണ്ട് ജോലിക്ക് നിന്ന ആൾക്കാർ, ജോലിക്ക് വന്ന ആൾക്കാർ, ജോലി ഏറ്റെടുത്തും കൊണ്ട് നിന്ന ആൾക്കാർ ചെയ്യുന്ന ഇതുപോലെയുള്ള ഹലാക്കിൻ്റെ പണി എന്ന് പറയാം. അവരുടെ അവസാനത്തെ പണിയാണത്. ചെയ്ത് ഒരുപാട് നഷ്ടത്തിലാക്കുന്നു, കഷ്ടത്തിലാക്കുന്നു, ബുദ്ധിമുട്ടിലാക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ജോലിയുടെ വിഷയം ബഹുമാനപ്പെട്ട സിംസറുള്ള ഉസ്താദ് പറഞ്ഞത്, ഇതിനെ നിങ്ങൾ നല്ലപോലെ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി കൂടുതൽ ജോലിക്ക് നിൽക്കുന്നവരാണ് ഇതിനെ പഠിക്കേണ്ടത്. ഇതിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പോലും നിങ്ങൾ പഠിക്കണം. വീട്ടുകാർ നല്ല സുഖത്തിലാണോ, നല്ല സന്തോഷത്തിലാണോ എന്ന് നിങ്ങൾ കരുതണം. എല്ലാ സഹോദരന്മാരെ വെട്ടിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് കടത്തിലാക്കി സ്ഥാപനം പൂട്ടുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മോശത്രവും അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ ആയിരിക്കുന്ന കഷ്ടവും നഷ്ടവും ദുഃഖവും വീട്ടിൽ മാറാത്ത രോഗവും ഉണ്ടാകുമെന്നാണ് നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കണ്ട ആൾക്കാർ, നമ്മളെ വഞ്ചിച്ച ആൾക്കാരെ പോലും നമുക്ക് അനുഭവമുണ്ട്. ഇതാണ് നമ്മളുടെ എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. ആരും രക്ഷപ്പെടുന്നതല്ല. ഒരിക്കൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നത്ര എടുത്ത് കൊണ്ടുപോകാം, പിന്നെ അത് നിങ്ങൾക്ക് നഷ്ടമാണ്, അതൊരു ക്യാൻസറാണ് എന്ന് പോലും നിങ്ങൾ കരുതണം. മുതലാളിമാരെ വെട്ടിക്കുന്നവർ, തട്ടിപ്പ് നടത്തുന്നവർ,
വീട്ടിൽ കാർ ഡ്രൈവറായാൽ ഭാര്യയെ തന്നെ എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നവർ എല്ലാവരും നല്ലപോലെ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇത് ഒരു സിംസാറുള്ള ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക് മതി. അത് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അത് ഒരിക്കലും കളവാവുകയില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടുന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് ഖുർആൻ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് ജീവിതമാണ്. അത് ജീവിതമാണ് എന്ന് കരുതണം. ജീവിതം എന്ന് പറഞ്ഞാൽ അതിലെ ഇബാദത്തും പെട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതും ഇബാദത്താണ് സഹോദരന്മാരെ. നമ്മളെ ഭാര്യ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുന്നതും കച്ചവടം ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും അതും കൂലി കിട്ടുന്ന നല്ലതായിരിക്കും, സവാബ് കിട്ടുന്ന കാര്യങ്ങളാണ്, ഇബാദത്താണ്. ആ ഇബാദത്തിനെ തട്ടിപ്പും വെട്ടിപ്പും ചെയ്ത് നിങ്ങൾ മുതലാളിയുടെ പണത്തിനെയും അതല്ലെങ്കിൽ അവിടെയുള്ള സാധനത്തിനെയും നിങ്ങൾ എടുത്തുകൊണ്ടുപോയി നഷ്ടത്തിലാക്കിയാൽ നിങ്ങളുടെ ഇബാദത്ത്, അള്ളാഹുവിന് ചെയ്ത ഇബാദത്ത് നഷ്ടമാണ്. നിങ്ങൾ ഇബാദത്തിൽ നിന്ന് കരുതി നിങ്ങളുടെ വീട്ടുകാരെ സംരക്ഷിച്ചതും അവിടത്തെ കൊണ്ടുപോയി തീറ്റിച്ചതും എല്ലാം നഷ്ടമാണ്. അവസാനം നിങ്ങൾക്കും രോഗം വരാനും കാരണമാകുന്നു എന്ന് പോലും പറയേണ്ടതാണ്. നല്ലപോലെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്യണം. ശമ്പളം വേണം കൂട്ടാൻ പറയാം എന്നല്ലാതെ അവിടെ നിന്ന് നിങ്ങൾ നഷ്ടമുണ്ടാക്കിയാൽ ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് നിലനിൽപ്പില്ല. മുതലാളിക്ക് കുറച്ച് ദിവസത്തെ കഷ്ടം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ മറ്റൊരു സ്ഥാപനം തുടങ്ങും എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ജോലിക്കാരാണ് നഷ്ടപ്പെടുന്നതും കഷ്ടത്തിലാകുന്നതും എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇതുപോലെയുള്ള തട്ടിപ്പുകളെ നിരത്തി നല്ല രീതിയിൽ ജോലി ചെയ്യുക. ജോലി ചെയ്ത് നിങ്ങൾ നടത്താൻ വേണ്ടി വേണമെങ്കിൽ ചോദിച്ച് നല്ല രീതിയിൽ അതിനെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതിനെ കൊടുത്ത് നിങ്ങൾക്ക് ഓരോ കടകൾ നടത്താനെടുക്കാം. ജോലിക്ക് നിന്നാലല്ലേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ജോലിക്ക് നിന്ന പാട് ഒരു മാസം ചെയ്ത് കട്ടെടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ നിങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോയും ഇതേ എക്സ്പീരിയൻസാണ് കാട്ടുന്നത്, ഇതേ സർവീസാണ് നിങ്ങൾ കാട്ടുന്നത്, കട്ടെടുക്കുന്നത്, ജോലി ചെയ്യുന്നതല്ല. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് ജീവിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.